demotivated. അതായത് നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ സാഗറുമായി ഒരു ഹൃദയബന്ധമൊന്നും ഹിമയ്ക്കുണ്ടായിരുന്നില്ലെന്നല്ലേ? സത്യത്തിൽ ഹിമ സ്നേഹത്തിൻ്റെ പുകമുറ സൃഷ്ടിച്ച് സാഗരം ഉപയോഗിക്കുകയായിരുന്നു ഒരളവ് വരെ ഹരിയെയും. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ ദേ ആർ ഔട്ട് ഓഫ് അവർ സസ്പിഷൻ. പിന്നെ ഹരിയുടെ നിർബന്ധത്താൽ ഹിമയ്ക്ക് 25 ലക്ഷം രൂപ കൊടുത്ത് സഹായിച്ച മൂന്നാമതൊരാളുണ്ട്. ഹരിയുടെ CEO ദിലീപ് സുന്ദരം. അതെ. പക്ഷേ ഹിമയുടെ മിസ്സിങ്ങുമായി ദിലീപ് സുന്ദരത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇവിടെ ഹിമ അയാൾക്കാണ് ഒരു വലിയ തുക കൊടുക്കാനുള്ളത്. ബട്ട് ഇറ്റ് കുഡ് ബി ഫോർ സംതിങ് മോർ ദൻ മണി സർ. ഹിമയുടെ മിസ്സിങ്ങിലൂടെ അയാളെ സംശയത്തിന്റെ നിഴലിലെത്തുക. സംശയിക്കണ്ട ശിവരാമ. ഹിമയുടെ തിരോധാനത്തിന്റെ പിന്നിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത മൂന്നാമതൊരാളുടെ സാന്നിധ്യം തീർച്ചയായും ഉണ്ടാവും. സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ പെൺകുട്ടി ഇപ്പോൾ ജീവനോട് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും എനിക്ക് ബലമായി സംശയമുണ്ട് സർ. എനിക്ക് സച്ചിന്റെ അടുത്തേക്ക് വരണം. ഹരിയോടത്ത് ഇനി വയ്യ സച്ചിൻ. ഹലോ, എന്താ എന്താ ഒന്നും പറയാത്തെ? സച്ചിൻ ഇപ്പൊ എവിടെയാ? നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മീരയില്ലേ, അവളാ എന്നെ വിളിച്ചത്. അവൾ എന്നെ സ്നേഹിക്കുന്നുവെന്ന്, എന്റെ ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന്. എന്തായാലും നിന്നെ പോലെ സ്നേഹം ഭാവിച്ച് അവൾ എന്നെ ചതിക്കില്ലെന്ന് തോന്നുന്നു. സച്ചിൻ, ഞാൻ നിന്നെ സ്നേഹിച്ചതല്ലേ? നീയോ? നീ എന്നെ സ്നേഹിച്ചു, അതേ മനസ്സോടെ സാഗറിനെയും സ്നേഹിച്ചു. എന്നിട്ടിപ്പോ ദിലീപ് സുന്ദരൻ പണം ആവശ്യപ്പെട്ടപ്പോ സ്നേഹം ഭാവിച്ച് വീണ്ടും എന്റെ പിന്നാലെ വന്നു നീ. കരയാ? ദാ നോക്ക്, കരയണ്ട. ഇങ്ങോട്ട് നോക്കട്ടെ. കണ്ണുനീർ പെണ്ണിന്റെ കാപട്യമാണ്. ഈ മുഖം എന്റെ പാവം അപ്പച്ചനെയും അമ്മച്ചിയെയും ക്രൂരമായി കൊന്ന്
എന്റെ രണ്ടാനമ്മ മേരിയുടെ മുഖമാണ്. ഹിമ, നിനക്ക് മാപ്പ് തരാൻ എനിക്ക് കഴിയില്ല. വേണ്ട സച്ചിൻ, വേണ്ട, എന്നെ ഉപദ്രവിക്കരുത്. ഉപദ്രവമോ? ഇത് പൂജയാണ്. നാരിമാരെ പൂജിക്കുന്നിടത്ത് ദേവതകൾ പ്രസാദിക്കും. ആരുടെ മണ്ണിൽ തൊടാതെ ഞാൻ നിന്നെ പൂജിക്കും. കാരണം മരിച്ചവരുടെ ശരീരം മണ്ണോട് ചേരുമ്പോഴാണ് അവർക്ക് മോക്ഷവും പുനർജന്മവും ലഭിക്കുന്നത്. അത് സത്യമെങ്കിൽ ഹിമ, നിനക്ക് പുനർജന്മത്തിന് അർഹതയില്ല. വേണ്ട സച്ചിൻ. എനിക്കറിയാം, സ്നേഹം നിനക്ക് കാമമാണ്. പക്ഷെ കാമത്തിന്റെ മണം എന്നെ ഓർമ്മിപ്പിക്കുന്നത് മരണമാണ്. മരണം. സച്ചിൻ എന്താ ഒരാശങ്ക? അതല്ല മീര, ഒരാളുടെ ഭാര്യയായ ഒരു പെൺകുട്ടിയെ കാണാതാവുമ്പോ സ്വാഭാവികമായി പോലീസിന്റെ ഇടപെടലും അന്വേഷണമൊക്കെ ഉണ്ടാവില്ലേ? കാണാതാവുകയോ? സച്ചിൻ എന്തായി പറയുന്നേ? ഇത് ഞാൻ സ്വയം തിരഞ്ഞെടുത്ത വഴിയാണ്. അത് എതിർക്കാൻ ആർക്കും ആവില്ല. സച്ചിൻ, ഇതെന്റെ തീരുമാനമാണ്. എപ്പോഴെങ്കിലും അത് ഹരി മനസ്സിലാക്കും. യാ, ലെറ്റ്സ് ഫേസ് ഇറ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു. ആ ചാപ്റ്റർ ഇനി നമ്മൾ തുറക്കുന്നില്ല. പ്രോമിസ്? പ്രോമിസ്. എത്ര രസമാണ് ഈ പ്രകൃതിയും കാഴ്ചകളും. കാഴ്ചകൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ മീര. എത്രയെത്ര മനോഹരമായ കാഴ്ചകളാ ഇനി നമ്മൾ കാണാൻ പോകുന്നേ. ഇവിടെ എനിക്ക് ഏറ്റവും പ്രിയങ്കരമായൊരു സ്ഥലമുണ്ട്, ഓറഞ്ച് കോട്ടേജ്. ഓറഞ്ച് കോട്ടേജ്, ഇൻട്രസ്റ്റിംഗ് നെയിം. Yeah. ആ സ്ഥലം എനിക്കൊന്ന് കാണണം. പോവാലോ, കേറ്.